എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരി, ഒരു മാമ്പഴ കൂട്ടാനാണ്. ഇത് ഒരുപാട് പേര് ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലം ഒക്കെ ആവശ്യപ്പെടാൻ തുടങ്ങിയതാണ്. പക്ഷെ എന്താ ചെയ്യാ, മാങ്ങയുടെ സീസൺ വരണ്ടേ, മാങ്ങ കിട്ടണ്ടേ. ഞാനിവിടെ ഇരിക്കുന്നത് പാലക്കാട് ടൗണിലാണ്. എനിക്ക് അങ്ങനെ മാങ്ങയൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഉണ്ടാക്കാതിരുന്നത്. ഇതിപ്പോ എൻ്റെ ഫ്രണ്ട് വിശ്വനാഥൻ എനിക്ക് മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തന്ന മാങ്ങയാണ്. ഇതിനെന്താ പറയാ, ഈ പേരെന്നൊന്നും എനിക്കറിയില്ല. പണ്ട് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ചെറിയ നല്ല പുളിമാങ്ങ വരും, അതിന് ചെറിയ മാങ്ങ എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ മുത്തശ്ശി ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനത്തെ മാങ്ങ കിട്ടണം, ചെറിയ മാങ്ങ, നല്ല ടേസ്റ്റുള്ളത്. അപ്പോഴേ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രം തികഞ്ഞില്ല, അതിന് 2-3 കേട് വന്നു പോയി. അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ജയശ്രീ എനിക്ക് കുറച്ച് മാങ്ങ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 2 മാങ്ങയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ മാങ്ങ എടുത്തിട്ട് കത്തിയും കൊണ്ട്, മാങ്ങ വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ. എന്നിട്ട് ഈ കത്തിയും കൊണ്ട് അതിൻ്റെ ആ ഞെരടി കളഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ തോല് കളയുക. തോല് കളഞ്ഞിട്ട് ഈ തോല് നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. ഈ തോലിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതാ കണ്ട, ഇത് വേറെ, തോല് വേറെ. അപ്പം ഇങ്ങനെ ഞാൻ ഇതാ ഓരോ മാങ്ങയും ഇങ്ങനെ കളഞ്ഞിട്ട് മുഴുവൻ കളഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എടുത്തു വെച്ച എല്ലാ കണ്ട മാമ്പഴങ്ങളും ഞാനിങ്ങനെ അണ്ടി വേറെ തോല് വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറുതും വലുതുമായ മാങ്ങയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇതിലിടേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട്, കിട്ടാത്തതുകൊണ്ട് ഞാൻ വലുതും ഇട്ടു. കണ്ട, ഇത് 2 ഇട്ടു. ഇനിയിപ്പോൾ ഈ തോല് മുഴുവൻ ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തോല് നന്നായിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ തോല് നന്നായി ഞരടി ഇങ്ങനെ പിഴിയണം കേട്ടോ. എന്താ ഈ തോലിൻ്റെ ഉള്ളിൽ കിടക്കണ ഈ മാങ്ങ കണ്ടോ കുറേയൊക്കെ ഇങ്ങോട്ട് വരാതെ ഒളിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് പുറത്ത് തന്നെ ഇങ്ങനെ എടുത്തിട്ട്, ഇതാണ് ശരിക്കും പഴയ കാലം മാമ്പഴ പുളിശ്ശേരി. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം കഴുകി ഇങ്ങനെ എടുക്കണം. മാങ്ങേനെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ മാങ്ങയും കൂടി വരുന്നത്. ഈ വെള്ളത്തിലാണ് നമ്മൾ മാങ്ങ വേവിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പിഴിഞ്ഞു, ഇതിനെടുത്ത് ഒരു ഇതിലേക്ക് മാറ്റി വെച്ചു. ഇങ്ങനെ എടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിയ തന്നെ അങ്ങോട്ട് പിഴിഞ്ഞു. നമ്മളിതെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതാ കണ്ടോ മാമ്പഴത്തിൻ്റെ മഞ്ഞ കളർ വെള്ളം. ഇത് നമ്മളിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഇട്ട് വെച്ചില്ലേ, അതിന് ഒരു പ്രാവശ്യം ഒന്നും കൂടി ഇടുക. എന്നിട്ട് അതിലേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം, പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഇതുപോലെ തോല് നന്നായിട്ട് ഇതിലേക്ക് ഈ മാമ്പഴത്തിൻ്റെ സത്ത് മുഴുവൻ, ഈ തോലിലുള്ള സത്തില്ലേ മാങ്ങയുടെ, ഇത് മുഴുവൻ അതിലേക്ക് ഇറങ്ങി വരട്ടെ. അതുപോലെ കൈ വെച്ച് ഞരടിയിട്ട് ഇങ്ങനെ എടുക്കുക. പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. അല്ലാതെ നമ്മുടെ കയ്യിലിട്ടിട്ട് ഞരടില്ല, ഞങ്ങൾ കത്തിയും കൊണ്ട് മാത്രമേ മുറിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആ മാമ്പഴ കൂട്ടാൻ അത്രയേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. കുറച്ചൊക്കെ കഷ്ടപ്പെടണ്ടേ. കണ്ടോ വരണുണ്ടോ പച്ചവെള്ളത്തിന് കളർ മാറണം. അപ്പോൾ ആ മാമ്പഴത്തിലത്തെ മാങ്ങയുടെ സത്താണ് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാത്ത സമയത്താണ് ഇതങ്ങനെ കയ്യൊക്കെ വെച്ച് ഇങ്ങനെ ഞരടിയൊക്കെ എടുക്കൂട്ടത്. കട്ടിങ് നിങ്ങൾ അങ്ങനെയൊക്കെ എടുത്തോ. ഞാനിങ്ങനെ ഞരടുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഞരടി അതിനുള്ളിലൊക്കെ പോരും ചെയ്യും. അതിപ്പോൾ നമ്മൾ 2ാമത് പിഴിഞ്ഞതിലും ഇതാ മാങ്ങയുണ്ട് കണ്ടോ. ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ഒരൊറ്റ പ്രാവശ്യം കൂടി, 3ാമത് ഒരു പ്രാവശ്യം കൂടി ഈ തോലൊക്കെ അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിൽ വേറെ വെള്ളങ്ങളൊന്നും ഒഴിക്കില്ല. അതാണ് ഈ വെള്ളം തന്നെയാണ് മാങ്ങ വേവാൻ ആവശ്യമായ വെള്ളം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒഴിക്കണം മാങ്ങ വേവേണ്ടത്. പിന്നെ നമ്മൾ ലേശം ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ഒഴിക്കും. വേറെ ഒന്നും നമ്മളിതിൽ ഒഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ശരിയാക്കി വെച്ചില്ലേ ഇത് വെള്ളം മാങ്ങയും കൂടിയിട്ട് ഇത് അടുപ്പത്ത് വെക്കുക. പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക.
ഇത് കഷ്ടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടാവും, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതൊരു 1.5 സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, ഇതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കല്ലുപ്പ് ഇടണം, ഒരു 1-1.5 സ്പൂണോളം കല്ലുപ്പുണ്ട്, ഇതിട്ട് കൊടുക്കുക. ഇനി ഇതിലൊരു തള വരട്ടെ. തള വരുമ്പോഴേക്കും ഞാനിതാ 3 ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം, പക്ഷെ ഞാനിതിന് ശർക്കര പാനിയാക്കിയിട്ടാണ് ഒഴിക്കാൻ പോണത്. പാനിയായിട്ട് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിട്ട് മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതൊരു പാനിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 അച്ച് ശർക്കര എടുത്ത് വെച്ചില്ലേ, ആ ശർക്കര ഉരുക്കിയ ഈ ശർക്കര പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ശർക്കര പാവ് ഒരു മൂടി കടന്നിട്ട് വേണം ഈ മാങ്ങ വെച്ച് നന്നായിട്ട് വേവാൻ. അപ്പോഴാണ് മാങ്ങ കൂട്ടാൻ ഇനി ഒരു പ്രത്യേക ടേസ്റ്റ് വരിക. അത് മാമ്പഴ പുളിശ്ശേരി. ഇത് കടന്നിട്ട് നന്നായി തിളച്ചൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇത്തിരി നാളികേരവും ചെറിയ പച്ചമുളകും കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് വരാട്ടോ. നന്നായി അരക്കണം കേട്ടോ. അരയ്ക്കുമ്പോഴേക്കും ഇതിവിടെ കടന്ന് ഇങ്ങനെ നന്നായി ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ഇത് കടന്ന് വേവട്ടെ. കണ്ടോ, തിളച്ച് വരുമ്പോൾ എന്തൊരു മണം അറിയാം ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ നല്ലോണം തിളച്ച് ആ ശർക്കരപ്പാനിയിൽ കടന്ന് വെന്ത്. കണ്ടോ കളറൊക്കെ മാറിയില്ലേ മാങ്ങടെ, കാണുന്നുണ്ടോ? ഇനി നമ്മളിതിനെ സിമ്മിലേക്കാക്കിയിട്ട് നാളികേരവും ജീരകവും പച്ചമുളകും കൂട്ടി അരച്ചത്, ഒരു നാളികേരം, ചെറിയൊരു നാളികേരമാണ് നമുക്കിതിലേക്ക് അരച്ചത്. നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇടാം, പക്ഷെ നാളികേരം അധികം ഉണ്ടെങ്കിൽ നല്ല തന്നെയാണ്. ഇത് പണ്ടൊക്കെ അടുപ്പിൻ്റെ മുകളിൽ കടന്നിട്ട് ഇങ്ങനെ തിളച്ച് മാങ്ങ വെന്തിട്ട് ആ മണം ഇങ്ങനെ 4 പുറം ഇങ്ങനെ പടരും. എന്നിട്ട് കൂട്ടുന്ന ആ മാങ്ങ കൂട്ടാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ കടന്നാണ് വേവണത്. അപ്പോൾ അതിൻ്റേതായ ഇവിടെ നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് കടന്നതിൽ നാളികേരം ഇതിൽ മാങ്ങയുടെ കൂടെ കടന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. ഗ്യാസ് കുറച്ച് സ്റ്റീം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചിട്ട് തള വരട്ടെ. അപ്പോൾ നമ്മൾ നാളികേരം അരച്ചൊഴിച്ചു, നാളിലെ തള വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് തൈരാണ്, ഇതിന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ എരി പുളി മധുരം ഒക്കെ കൂടുമ്പോൾ മാമ്പഴ പുളിശ്ശേരി നല്ല ടേസ്റ്റായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നിന്ന് തള ഒന്ന് വരാനേ പാടുള്ളൂ. വരുമ്പോൾ തന്നെ നമ്മൾ 2 കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഓഫ് ചെയ്യണം കേട്ടോ. എനിക്കിതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം ചക്കക്കുരു ഉപ്പേരി, പപ്പടവും നല്ല മാങ്ങാച്ചാറുമാണ്. മാങ്ങാച്ചാറ് നല്ലതാണ്, കടുകുമാങ്ങി നല്ലതാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഇതിൻ്റെ കൂടെ മാമ്പഴ പുളിശ്ശേരിയുടെ കൂടെ കഴിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ, നിങ്ങൾ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്, നിങ്ങൾ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് ജസ്റ്റ് ഒന്ന് തള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കതിലേക്ക് ചെറുതായിട്ടൊരു വറവും കൂടി ഇടണം. എനിക്കൊരു പാന് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒന്ന് ചൂടായി പറ്റേ നെയ്യ് ഒഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യിൽ വറുത്തിട്ടാലും നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ പലർക്കും എൻ്റെ വീട്ടിൽ നെയ്യ് ഒഴിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. ഇനി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ എണ്ണ തിളച്ചു. ഇനി നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ 2 പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ 2-3 കരിവേപ്പിൻ്റെ ഇല നന്നായി ഞരടിയിട്ടൊന്ന് ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ അപ്പോൾ ഒരു കരിവേപ്പിൻ്റെ ഇല ഇടാൻ മറന്നു, വാങ്ങി വെച്ചിരുന്നു. എന്നാലും ഈ കരിവേപ്പിൻ്റെ ഇല അങ്ങനെ ഇട്ട് കൊടുക്കുക.
അതങ്ങനെ അതിൽ കിടക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ആയി. ഇനി നമ്മളിത് നല്ല പൊന്നി അരിയുടെ ചോറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൽ നിന്നൊരു മാങ്ങയൊക്കെ ഇങ്ങനെ നന്നായി പിഴിഞ്ഞ് കുറച്ച് അച്ചാറും ഉപ്പേരിയും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം എനിക്കിങ്ങനെ പിഴിഞ്ഞ് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. മാങ്ങ നല്ല ചൂടുണ്ട്. കണ്ടോ, ഇതാണ് ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്നിട്ട് ലൈക്കും കമൻറ്റും ചെയ്യുക. ഇങ്ങനെ പലരും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ വീട്ടിലൊക്കെ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിക്കോളൂ, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. വറുത്തിട്ടപ്പോൾ എനിക്ക് ചുമ വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റിയതിന് ഞാൻ എൻ്റെ ഫ്രണ്ട് വിശ്വനോടും ജയശ്രീയോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയണു. ബൈ ബൈ.